നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് 8 ദിവസമാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വടക്കുംനാഥന്റെ മുന്നിലാണുള്ളത്. എന്താണ് ഇനി 8 ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ തൃശൂരിന്റെ സ്പന്ദനം എന്നത് നോക്കിയറിയാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ. LDF സ്ഥാനാർത്ഥിയായ ആലങ്കോട് ലീലാകൃഷ്ണൻ സാഹിത്യകാരൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജൻ പല്ലൻ, ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. ശക്തമായ മത്സരമാണ്. BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നും കൂടിയാണ് തൃശൂർ. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് അവസാന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ അവസാന ദിവസങ്ങളിൽ തൃശൂർ ചിന്തിക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചു തന്നെ അറിയാം. നമുക്കൊപ്പം ഇപ്പോൾ യുവാക്കളായ കുറച്ചു പേർ ചേരുന്നുണ്ട്. എന്താണ് തൃശൂരിലെ സാഹചര്യം ഇപ്പോ? ഇലക്ഷൻ വെച്ചിട്ടാണോ? ഇലക്ഷൻ വളരെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ശക്തമായ മത്സരമാണോ? ശക്തമായ മത്സരമാണ്. ത്രികോണം എന്ന് പറയാമോ? ത്രികോണമെന്നല്ല, ശക്തമായ മത്സരം. ശക്തമായ മത്സരമാണ്. എന്താ തൃശ്ശൂരിന്റെ സാഹചര്യം ഇപ്പോ? ആർക്ക് അനുകൂലം എന്ന് പറയാം? അനുകൂലം എന്തായാലും പറയാന്ന് വെച്ചാല് ഇപ്പൊ പത്മജല്ലേ ഒരു പിരിമുറുക്കം നടത്തും. ജയിച്ചില്ലേലും ഒരു പിരിമുറുക്കം പത്മജ നടത്തും. അതൊരു മുഖ്യമന്ത്രിയുടെ ഒരു പിരിമുറുക്കാണ്. അതൊന്ന് UDF-നാണ് തരംഗം. അനുകൂലമാണ് സാഹചര്യം. രാജൻ ജയപാൽ UDF തരംഗം എന്ന് പറയുന്നു. അതെന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിലേ 25 കൊല്ലം ഇവിടുത്തെ കൗൺസിലറാണ്. 25 കൊല്ലം ഒരു ജനസേവന മേഖലയിൽ നിൽക്കുന്നതും അതേപോലെ ഏറ്റവും മികച്ചൊരു മേയർ എന്നുള്ള ഒരു ടൈറ്റിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഇലക്ഷൻ ഫേസ് ചെയ്യുന്നത്. അതോടുകൂടി ഈ പത്മജ ചേച്ചിയുടെ ഒക്കെ ഒരുപാട് ഇലക്ഷൻ ഫണ്ടിന്റെ വർക്കും ഷോ വർക്കും നടക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു മേയർ എന്നുള്ളൊരു സ്ഥാനം പറഞ്ഞ് വീട്ടിൽ പോയി പറയണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് രാജൻ ചേട്ടൻ ഈ ഇലക്ഷൻ ഫേസ് ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ ലീലാകൃഷ്ണനാണെങ്കിലും ചെറിയ കുറെ വർക്കുകളും കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഫിഗറിലേക്ക് വന്നിട്ടില്ല. വൈറ്റ് വെച്ച് നോക്കുമ്പോൾ ശക്തമായ മത്സരമാണ്. BJP-യും കോൺഗ്രസും തമ്മിലാണ് മത്സരം വരുന്നത്. എന്നാലും ഈ 25 കൊല്ലത്തെ ജനസേവന മേഖല ആ ഒരു പവർ മുൻതൂക്കം രാജൻ പല്ലൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഇപ്പൊ കേട്ടത് UDF-ഉം BJP-യും തമ്മിലാണ് തൃശ്ശൂരിലെ മത്സരം എന്നതാണ്. അങ്ങനെയാണോ സാഹചര്യം? അങ്ങനെ തന്നെയാണോ നോക്കുന്നത്? അതെ, UDF-ഉം BJP-യും തന്നെയാണ് മത്സരം. UDF-ന് നല്ല വിജയ സാധ്യതയാണ് ഇപ്പൊ തൃശ്ശൂരുള്ളത്. ഈ 10 കൊല്ലത്തെ LDF-ന്റെ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ രാജപല്ലൻ ശക്തമായിട്ട് തൃശ്ശൂരിന്റെ MLA-യും UDF-ന്റെ ഒരു മന്ത്രിസഭ തന്നെ കേരളത്തിലുണ്ടാവും. ഇപ്പൊ തൃശ്ശൂരിലെ വിജയം മാത്രമല്ല UDF-ന്റെ മന്ത്രിസഭ തന്നെ വരും എന്നതാണ് പറയുന്നത്. നമുക്കിതാ ഇവിടെ കുറച്ചു പേരും കൂടി ഉണ്ട്. അവരോടും കൂടി ചോദിക്കാം എന്താണ് തൃശ്ശൂരിലെ സാഹചര്യം എന്ന്. എന്താണ് തൃശ്ശൂരിലെ ഇലക്ഷൻ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇലക്ഷൻ ചൂട് LDF-ന് തന്നെ മുൻകൈയായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടവരൊക്കെ UDF-ന് അനുകൂലമായ സാഹചര്യമുണ്ട്. ജനപ്രതിനിധിയായിട്ട് മേയറായിട്ടൊക്കെ ഉണ്ടായിരുന്ന പ്രതിച്ഛായ കഴിഞ്ഞ 2 ടൈമിലും അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്. അങ്ങനെ തന്നെ വരുമെന്ന് അവര് പറഞ്ഞിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ലല്ലോ. അപ്പൊ അതിന് സാധ്യത കുറവാണ്. UDF-ന് തന്നെ ഉണ്ടായിരുന്നതാണ്, ആദ്യകാല സമയത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് കൊണ്ടുപോയി മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്, NDA-യും തമ്മിലാണെന്ന് വരെ ആളുകൾ പറയുന്നു. അത് നിങ്ങൾക്ക് തോന്നുന്നത്, അങ്ങനെ പറയുന്നത് കേൾക്കുന്നത് ആണ് നിങ്ങളുടെ പ്രശ്നം. അതാണ് അങ്ങനെ പറയുന്നത് കേൾക്കുന്നതാണ് പ്രശ്നം എന്നതാണ് പറയുന്നത്. എന്തായാലും ശക്തമായ മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. നമുക്ക് മറ്റുള്ള ആളുകളോട് കൂടി തന്നെ ചോദിക്കാം. തൃശ്ശൂരുകാരാണോ? എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂടൊക്കെ? ആർക്കാ സാധ്യത തൃശ്ശൂര്? ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോടിന് തന്നെയാണ് അല്ലേ? കഴിഞ്ഞ തവണ ശക്തമായ മത്സരമായിരുന്നു. 1000 താഴെ വോട്ടുകൾക്കാണ് LDF ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തവണയും ജയിക്കും. വോട്ട് കുറവാണെങ്കിലും ജയിക്കും. ഇവിടെ ആലങ്കോട് ലീലാകൃഷ്ണന്റെ എതിരാളി ആരാണ്? അല്ലെങ്കിൽ ആരൊക്കെ തമ്മിലാണ് നേർക്കുനേർ മത്സരം നടക്കുന്നത്? ഇവിടെ ആലങ്കോടും രാജൻ ജയപാലനും തമ്മിലായിരിക്കും മത്സരം. BJP 3-ാം സ്ഥാനത്ത് ആയിരിക്കും. BJP 3-ാം സ്ഥാനത്ത് പോകുമെന്ന് പറയുന്നവരാണ്. അങ്ങനെയാണോ നിങ്ങളും കരുതുന്നത്? BJP 3-ാം സ്ഥാനത്ത് തന്നെ പോകുള്ളൂ, ഉറപ്പാ. പക്ഷെ പത്മജ വലിയ പ്രതീക്ഷയിലാണല്ലോ. അത് എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ശക്തമായ മത്സരം തന്നെ പത്മജയുടെ ഭാഗത്തു നിന്നുണ്ടായി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു, 2-ാം സ്ഥാനത്തെത്തി. അപ്പോ ഇത്തവണ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വലിയ മുൻതൂക്കം ഉണ്ടായിരുന്നു. അപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് പത്മജ വരുന്നത്. BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും അവര് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വർഗീയതയാ. അത് തൃശ്ശൂർക്കാര് സെറ്റ് ആക്കൂല. ആണോ? BJP വർഗീയതയാണ് ആയുധമാക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ആക്കൂലെന്നാ പറഞ്ഞു. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് കൂടി പോകാം.
ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ എത്തുന്നവരെല്ലാം തൃശ്ശൂരുകാരായിരിക്കണമെന്നില്ല. പല ആളുകളുണ്ട്, പല നാടുകളിൽ നിന്ന് വരുന്നവരുണ്ട്, കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തുന്നവരുമുണ്ട്. ഇവിടെ കുറച്ച് പേരുണ്ട്. നിങ്ങൾ തൃശ്ശൂരുകാരാണോ? അല്ല, ഞങ്ങൾ കൊല്ലം. കൊല്ലോ? എന്റെ നാട്ടിൽ നിന്നാണ് കേട്ടോ തൃശ്ശൂര്. തൃശ്ശൂര് ഇവിടെ ഗുരുവായൂർ പോയി തിരിച്ചു നടക്കുന്നതിന് ഞങ്ങൾ തൃശ്ശൂരിന്റെ സാഹചര്യം എന്തെന്ന് അറിയാൻ വന്നത്. എന്താ കൊല്ലത്തെ സാഹചര്യം? കൊല്ലത്തെ സാഹചര്യം UDF ഒരു അനുകൂലമായിട്ടാണ് കാണുന്നത്. ഞങ്ങളവിടെ നേരത്തെ കൊല്ലം ജില്ലയിൽ 2 സീറ്റേ ഉള്ളൂ, കുണ്ടറയും അതൊക്കെ തന്നെ ചാവറ മകേഷും. 2 MLA ഉള്ളൂ 11 സീറ്റിൽ. ഈ പ്രാവശ്യം അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൽ കൂടുതൽ UDF-ന് കിട്ടാൻ സാധ്യത കിട്ടും. ഓക്കേ, ബിന്ദു ചേച്ചി എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ട് ഈ 5 വർഷം. BJP ജയിക്കാനുള്ള 90% സാധ്യതയുണ്ട് ചാത്തന്നൂർ മണ്ഡലത്തിൽ. രാഷ്ട്രീയം കൃത്യമായി ഫോളോ ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് ബിന്ദു കൃഷ്ണ ന്യൂസ് കാണുന്നവരാണ്. താങ്ക് യു. കണ്ട, കൊല്ലംകാരാണ് അവർ. ന്യൂസ് 18 കാണുന്നവരാണ്. ഇനിയും കാണുക. ഓക്കെ, പിന്നെ ഈ ബിന്ദുകൃഷ്ണ എത്താത്ത വീടുകൾ ഇല്ല കൊല്ലത്തെന്ന് പറയുന്നു. ഈ കൃഷ്ണ ബിന്ദുകൃഷ്ണൻ ജയിച്ചില്ലെങ്കിൽ ബിന്ദുകൃഷ്ണൻ മത്സരിക്കാതിരിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ജയിക്കും. ജയിച്ചില്ലെങ്കിൽ പിന്നെ അവർ നിൽക്കരുത്. അതാണ് എന്റെ ഒരു അഭിപ്രായം. ജയിച്ചില്ലെങ്കിൽ നീ അവർ നിൽക്കാൻ പോരും. കഴിഞ്ഞ പ്രാവശ്യം മുകേഷിനോട് ചെറിയ വോട്ടിന് തോറ്റെ. ഈ പ്രാവശ്യം തീർച്ചയായും ജയമോഹനോട് ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവൻ ജയിച്ചില്ലെങ്കിൽ ഇനി ഞാൻ നിൽക്കാതിരിക്കുന്നതാണ് എന്റെ അഭിപ്രായത്തിൽ നല്ലത്. ബിന്ദുകൃഷ്ണയുടെ നല്ല ബന്ധവും പരിചയമുള്ള ആളാണ് ഞാൻ. തീർച്ചയായിട്ടും അവർ ഇനി മത്സരിക്കാൻ പോരും ഈ പ്രാവശ്യം ജയിച്ചില്ലെങ്കിൽ. ശരി, എന്തായാലും കൊല്ലക്കാരെ കണ്ടത് സന്തോഷം. ന്യൂസ് 18 കാണുന്നത് തുടരുക. അപ്പോ ഇപ്പൊ തൃശ്ശൂരാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും കൊല്ലത്തിന്റെ ഒരു സാഹചര്യമാണ് അവർ പറഞ്ഞത്. അതായത് ബിന്ദുകൃഷ്ണ കഴിഞ്ഞ 5 വർഷം ഓരോ വീടുകളും കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അത്രമാത്രം പ്രതീക്ഷയാണ്. ഒരു ചാനൽ ചർച്ചയിൽ പോലും പങ്കെടുക്കാതെ ആ സമയം മുഴുവൻ മണ്ഡലത്തിൽ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ അവർ പറയുന്നത് കൃത്യമായൊരു നിരീക്ഷണമാണ്. ഇത്തവണ ജയിച്ചെങ്കിൽ ജയിച്ചു, ഇനി അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. നമുക്കപ്പോ ഇപ്പോ ഈ സ്വരാജ് റൗണ്ടിൽ അല്പം വിശ്രമിക്കാനിരിക്കുന്ന കുടുംബശ്രീ അംഗങ്ങളാണുള്ളത്. തേക്കിൻകാട് അല്ലേ, തേക്കിൻകാട് സംഘത്തിലെ അംഗങ്ങളാണുള്ളത്. അവരോട് തന്നെ ചോദിക്കാം എന്താണ് തൃശ്ശൂരിലെ സാഹചര്യം എന്ന്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട്? നന്നായി പോണു. ഭയങ്കര മത്സരമാണ്. പിന്നെ ത്രികോണമാണോ? കൂട്ടരും ഭയങ്കര മത്സരല്ലേ, നന്നായിരിക്കും. അത് ആർക്കാ സാധ്യത? ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. ആരെയൊക്കെ ജയിക്കും. അത് നമ്മൾ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യും, തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. ആളെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അത് പറയില്ല. ഓക്കെ, ത്രികോണ മത്സരമാണോ ചേച്ചി? അതെ, 3 കൂട്ടർ മത്സര. പത്മജ ഭയങ്കര ആത്മവിശ്വാസത്തിലാണല്ലോ. പത്മജ നല്ല തന്നെയാണ്. വോട്ട് പിടിക്കോ? വോട്ട് പിടിക്കും. ആരൊക്കെ തമ്മിലാ മത്സരം? 3 കൂട്ടരുണ്ട്. അപ്പോ ഇവിടെ UDF BJP മത്സരമാണെന്ന് പറയുന്നെങ്കിൽ അങ്ങനെയല്ല, 3 കൂട്ടരും തമ്മിലുള്ള മത്സരം എന്നാ പറയുന്നത്. ആർക്കാ സാധ്യത കൂടുതൽ? അത് പറയാൻ പറ്റില്ല നമുക്ക്. 3 കൂട്ടരും ഒരേപോലെ നിക്കണ്. കാരണം ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. തൃശ്ശൂരുകാർ എന്ത് നോക്കിയായിരിക്കും വോട്ട് ചെയ്യാ? അത് എന്ത് നോക്കാൻ, ഒന്നും നോക്കാനില്ല. നമുക്ക് എല്ലാവരും വേണ്ടതല്ലേ. ഞങ്ങൾക്ക് ആര് ജയിച്ചാലും പണിയണം. ഞങ്ങൾക്കിപ്പോ ഇലക്ഷനേക്കാളും കൂടുതൽ തൃശ്ശൂർ പൂരത്തിന്റെ പണിയാ. 3 കൂട്ടരും ഒരേപോലെ ഇപ്പൊ നിക്കണേ. ആർക്കും മുൻതൂക്കം പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റില്ല. പത്മജ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ BJP സ്ഥാനാർത്ഥിയാണ് എത്തുന്നത്. അത് ജനങ്ങൾ സ്വീകരിക്കുമോ? അങ്ങനെ അത് നമുക്ക് കൃത്യമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും 3 കൂട്ടരും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. അതെ, ഇഞ്ചോടായിട്ട് നിൽക്കുന്നു. മെയില് പറയാം നമുക്ക് റിസൾട്ട്. ഇവിടെ എന്നാലും ഈ കഴിഞ്ഞ തവണ 1000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി ജയിക്കുന്നത് അല്ലേ? ബാലചന്ദ്രൻ ജയിക്കുന്നത് 946 വോട്ടെന്നാണ് എന്റെ ഓർമ്മ. അപ്പോൾ അത്രയും ചെറിയ ഭൂരിപക്ഷത്തിനായിരുന്നു. അപ്പൊ ആർക്ക് വേണേലും ജയിക്കാവുന്ന ഒരു സാഹചര്യം തൃശ്ശൂരിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ BJP ജയിപ്പിച്ചേ? സുരേഷ് ഗോപി വന്ന് വോട്ട് ചോദിച്ചു. ഇത്തവണ തൃശ്ശൂർ എടുക്കുവോ BJP? അപ്പൊ ഇഷ്ടമുള്ള തൃശ്ശൂർ എടുക്കുവോ BJP? ഇല്ല. ലൈറ്റ് ആയിട്ട് എന്താണ് മനസ്സിലുള്ളതെന്ന് പറഞ്ഞു. എടുക്കാൻ സാധ്യതയൊന്നും ഇല്ലാന്ന്. രാഷ്ട്രീയത്തിന്റെ ഭാവി അറിയില്ല. ഇല്ല, വോട്ട് ചെയ്യില്ല. എന്തായാലും വോട്ട് ചെയ്യും. ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യും. ജയിക്കുന്നവരെ അംഗീകരിക്കും. അമ്മ വോട്ട് ചെയ്യത്തില്ലേ? ജയിക്കുന്നവരെ അംഗീകരിക്കും. ആർക്കാ സാധ്യത കൂടുതൽ നോക്കുന്നുണ്ടോ? ഈ 3 പേരും വന്നിരുന്നോ, കണ്ടിരുന്നോ, വോട്ട് ചോദിച്ചിരുന്നോ? ഞങ്ങളുടെ ആരും വന്നിട്ടില്ല. ആരും അന്വേഷിച്ചു വന്നിട്ടില്ല. അത് ശരി, കുറച്ച് ദിവസമാണ് കിട്ടിയത് പ്രചരണത്തിന്. അതുകൊണ്ട് ചിലപ്പോ എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. വോട്ട് ചെയ്യുമ്പോണ്ടേ പോവും. 3 പേർക്ക് സാധ്യതയുണ്ട്. ആരാണ് മനസ്സിലെന്ന് പറയില്ല. 3 പേർക്കൊന്നും സാധ്യതയില്ല. ജയിക്കുകയാണെങ്കിൽ ഒരാളല്ലേ ജയിക്കുള്ളൂ. ആ ഒരാളെ ജയിച്ചിരിക്കും. അതാർക്കാ സാധ്യത കൂടുതൽ?
പോരട്ടെ. ഞങ്ങളവിടെ മന്ത്രി രാജ്യം വന്നു ഇന്നലെ വന്ന് റൗണ്ട് ചെയ്ത് പോയി. ഒല്ലൂരാണ് മണ്ഡലം. ഒല്ലൂര് സോണൽ ഞങ്ങളവിടെ നിക്കണതാ മന്ത്രി രാജേട്ടൻ. ജോലിക്ക് വരുന്നത് ഇവിടെ അല്ലേ? ഞങ്ങള് നെടുപുഴ പന്നമുക്ക അവിടെ നിക്കണ ആള് പ്രചരണത്തിന് നിക്കാള് ആളെ ഞാൻ ജയിക്കണോന്ന് ഉറപ്പുണ്ട്. ഞങ്ങളുടെ ജയിക്കും. ഉപകാരം ചെയ്യാൻ അങ്ങോരെ ജയിക്കണം. ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടാ. ജയിക്കണോര് ഇത് സാധ്യതയുണ്ട്. വ്യക്തി ഇത്തവണ ഏറ്റവും വലിയത് വ്യക്തിയാണ് വലുത്. അപ്പോ മന്ത്രി കെ രാജൻ ജയിക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരിലല്ല, ഒല്ലൂരിലെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ രാജേട്ടൻ ജയിക്കും, വ്യക്തിയെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ശക്തമായ മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. അത് ഓരോരുത്തരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഒന്നും പ്രവചിക്കാനാകാത്ത മത്സരമാണ്. 3 പേർക്കും സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.